അതിനുണ്ടായിരുന്നു മൂവി? അടിപൊളി, അടിപൊളി, സൂപ്പർ പടം. ടർബോ അങ്ങനെ പൊളിച്ചടക്കി. അടിപൊളി 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 ഗംഭീരം, ഗംഭീരം, മിനിമം മമ്മൂട്ടി പടം. ഗംഭീര പടം, തകർത്ത്. അതിനുണ്ടായിരുന്നു പടം? അതിനുണ്ട് അടിപൊളി, മമ്മൂട്ടി പൊളിച്ചടിക്കും. മമ്മൂട്ടി ഫുൾ സ്ക്രീനിൽ അടിപൊളി, അടിപൊളി പടം. അതിനുണ്ട് പടം? അതിനുണ്ട് പടം? സൂപ്പർ പടം. പുലിമുരുകനല്ല, ഒന്ന് ഇയാളുടെ മുന്നിൽ നോക്കിയാൽ മമ്മൂക്കാടെ മുന്നിൽ നോക്കിയാൽ വില പോവില്ല. അത്രയും അടാറായിട്ടാവും. നമുക്ക് ആ ട്രെയിലറൊക്കെ തന്ന പ്രതീക്ഷ അതിലുണ്ടായിരുന്നു? അതിനും അതുക്കും മേലെ സൂപ്പർ കിറ്റ്. ഓക്കെ. അതിനുണ്ട് പടം? അതിനുണ്ട് പൊളിച്ചാ? മമ്മൂട്ടി അടിപൊളിയാ? അതിനുണ്ട് അതിനുണ്ട് പൊളി പടം, ഒന്നും പറയാനില്ല. തീ അതിനുണ്ട് പടം? അതിനുണ്ട് നല്ല പടം, ടർബോ മാസ് സാധനം. അതല്ലേ ഒന്നും പറയാനില്ല. സൂപ്പർ പടം. അതിനുണ്ട് അതിനുണ്ട് ഗംഭീര പടം, സൂപ്പർ പടം. സൂപ്പറായിട്ട് പൊരിച്ചു മമ്മൂട്ടി. സൂപ്പറായിട്ട് പടം പൊരിച്ചു മമ്മൂട്ടി. അതിനുണ്ട് പടം? അതിനുണ്ട് പടം ഗംഭീരമുണ്ട്, മമ്മൂക്ക തകർത്തുണ്ട്. പടം സ്ക്രിപ്റ്റ് ബേസിൽ പടം ഒരു ആവറേജ് ആണെങ്കിൽ പോലും മമ്മൂക്കാൻ്റെ പെർഫോമൻസ് കൊണ്ട് പടം വേറെ ലെവലിലോട്ട് പോയി. ജോസ് എന്ന ക്യാരക്ടർ തന്നെയാണ് പടത്തിന് ലെവലിലേക്ക് എത്തിച്ചത്. കോമഡി, മമ്മൂക്കാൻ്റെ പഴയ സിനിമകളുണ്ട്, ഒരു 10-15 വർഷം മുമ്പുള്ള പോക്കിരി രാജ, ചട്ടമ്പിനാട്, അങ്ങനെ മമ്മൂക്ക കോമഡിയും മാസും മെയിൻറ്റെയിൻ ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സാധനമുണ്ട്. അത് വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്ക് ഈ പടത്തിൽ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കോമഡി ഉണ്ട്, ചിരിക്കാനുണ്ട്. ചില സമയത്ത് പുള്ളി കുട്ടികളെ പോലെ കോമഡി, എന്നാൽ ഇടി തുടങ്ങിയ പുള്ളി ഫയറാ. അതാണ് സാധനം. നമുക്കെൻ്റെ ഒരു 10-15 വർഷം മുമ്പ് പുള്ളി ഇറക്കിയ ചട്ടം, അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ പടങ്ങൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള തൊമ്മനും മക്കളും അതൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമയാണ് ഈ ടർബോ എന്ന് പറയുന്നത്. വൈശാഖിൻ്റെ മേക്കിങ്ങിൽ തന്നെ ആ ഒരു തിരിച്ചുവരും, ആ ഒരു സാധനം നമുക്ക് തിരിച്ചു കൊടുക്കുന്നതിൽ സന്തോഷമുണ്ട്. സാധാരണ മാസ സിനിമയാണെങ്കിൽ കോമഡികൾ ഉണ്ടാവില്ലല്ലോ. ഇതിലിപ്പോൾ എന്താണ് തോന്നിയത്? കോമഡി ആയിട്ടാണ് തോന്നിയത്, മാസമായിട്ടാണ് തോന്നിയത്? ഇതിൽ കോമഡി ഉണ്ട്, മാസമുണ്ട്, പിന്നെ ഇമോഷണലി കുറച്ച് സീനുകൾ നമുക്ക് ടച്ച് ചെയ്യുന്ന രീതിയിലുണ്ട്. പിന്നെ ഫൈറ്റ് സീനൊന്നും ഉണ്ട്, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. 73 വയസ്സുള്ള ഒരാൾ ഇതിലൊരു പള്ളി പെരുന്നാൾ ഫൈറ്റിൽ മമ്മൂക്ക താറിൻ്റെ പുറത്തോട്ട് ചാടുന്ന ഒരു സാധനമുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. അത് ചാടുന്നത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. കണ്ടറിയാം, അത് ഡ്യൂപ്പൊന്നല്ല, മമ്മൂക്ക ചെയ്ത് തന്നെയാണെന്ന് നമുക്ക് ഒറ്റ ഇതിൽ കണ്ടത് തന്നെ അത് ഇതിൽ കാണിക്കുന്നുണ്ട്. മിഥുൻ തോമസും വൈശാഖും കൂടി ഒന്നിച്ചപ്പോൾ എന്ത് തോന്നി? അത് അടിപൊളിയായിരുന്നു. കാരണം വൈശാഖിൻ്റെ ഒരു റേഞ്ച് നമുക്കറിയാം. കാരണം അത്രയും പുലിമുരുകൻ പോലത്തെ പോക്കിരി രാജ പടങ്ങളൊക്കെ ചെയ്ത് ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പുള്ളി ഇത്തിരി ഡൗൺ ആയിരുന്നേ. ലാസ്റ്റ് ഇറങ്ങിയ 2-3 പടം ഇച്ചിരി മെച്ചുണ്ടായിരുന്നില്ല. പക്ഷേ ആ ക്ഷീണം പുള്ളി ഇതിൽ തീർത്തുണ്ട്. പുള്ളിയുടെ കൂടി ഒരു ചെറിയൊരു തിരിച്ചുവരവാണ് ഈ പടം. എത്ര കോടി കിട്ടും? പടം 100 കോടി വരെ പോകും, ഷുവറാണ്. 100, കാരണം അതിനുള്ള പടം ഉണ്ട്. ലാസ്റ്റ് എൻഡിങ് സീനൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. എന്തായാലും 100 കോടി തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 100 കോടി വരെ പടം പോകും.